നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ വന്നു ചേരുന്നത് തന്നെയാണ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഒരു തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായും മറ്റും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടൊക്കെ അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഇന്ന് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെയും കൂടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിക്കൊള്ളൂ. അവർക്കത് വളരെ പ്രയോജനപ്പെടും. ഞാൻ കാരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഈ മകയിര നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അന്വേഷണത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രകാശഗോപുരം എന്ന് പൊതുവെ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. അതായത് ഇടവം മിഥുനം രാശികളിലാണ്. അപ്പോൾ ഇതിൻ്റെ അടയാളം എന്ന് പറയുന്നത് മാനിൻ്റെ തലയാണ്. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ദേവത സോമനാണ്, ചന്ദ്രൻ അമൃതൻ്റെ ദേവൻ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട കരുത്തുകളെന്ന് പറഞ്ഞാൽ ഒരു സൗമ്യമായ ഒരു ആത്മവീര്യം എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിശക്തിയും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവും അവർക്കുണ്ടാവും. എന്ന് വെച്ചാൽ ഈ ചൊവ്വയും മാനെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ചൊവ്വയുടെ പോരാട്ട വീര്യവും അതോടൊപ്പം തന്നെ ആ ചന്ദ്രൻ്റെ സൗമ്യതയും ഒത്തുചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം രണ്ട് കാര്യങ്ങൾ ഒരേ സമയം അവരിൽ നമുക്ക് കാണാൻ കഴിയും. ആ സൗമ്യത ഉണ്ടാവും, എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഒരു പോരാട്ട വീര്യവും അവർക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഇഴചേർന്ന ഒരു സ്വഭാവമായിരിക്കും അവർക്ക്. ഇനി വേറൊന്ന് അടങ്ങാത്ത ജിജ്ഞാസയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വെറും ഒരു നിരീക്ഷകനല്ല, കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സത്യം കണ്ടെത്തുന്ന ഒരു അന്വേഷകനും കൂടിയാണ് നിങ്ങൾ. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് അതിൻ്റെ കൃത്യമായ ഒരു കാര്യങ്ങളിലേക്ക് അത് അപഗ്രഥിച്ച് ചെത്താൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ പഠനകാര്യത്തിലൊക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. കാരണം ഓരോ ഗവേഷണ പ്രവർത്തനങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വളരെ വലിയൊരു കഴിവ് ഇവർക്കുണ്ട് ശരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടൽ. അത് കാട്ടിലൊരു മാൻ സഞ്ചരിക്കുന്ന പോലെ, അത് അറിയല്ലോ, ഈ കാട്ടിൽ ഇങ്ങനെ പ്രകൃതി മാറി മാറി വരും, വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിലെ എല്ലാ മാറ്റങ്ങളെയും വളരെ വേഗത്തിൽ തന്നെ അഡാപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ പോകുമ്പം പ്രത്യേകിച്ചുണ്ടല്ലോ ഈ ചില ജോലികളിൽ ഇപ്പം സർവീസുകൾ, എയർഫോഴ്സ്, നേവി, അതുപോലുള്ള കാര്യങ്ങൾ പോകുന്ന ഒരു മർച്ചൻ്റ് നേവി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് വളരെ നമ്മൾ ഇന്ന് വരെ വന്നതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ പോകുമല്ലേ. അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലികൾ, അങ്ങനെയുള്ള ജോലികളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്ന് വരെ പോയ രീതികളല്ല, നമ്മൾ എൻ്റയർലി നമ്മുടെ ഒരു ജീവിതം തന്നെ നമ്മൾ മാറുവാണ്. അപ്പോൾ അത് ചിലർക്കൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത് ഇത് എനിക്ക് പറ്റുമോ എന്നൊക്കെ അവർക്ക് തോന്നും. എന്നാൽ ഈ മകീര നക്ഷത്രക്കാരെ നിങ്ങൾക്ക് വിശ്വസിച്ച് അങ്ങോട്ടൊക്കെ വിടാം. അവർ ഏത് തരത്തിലുള്ള സാഹചര്യമായിട്ടും അവർ ഒത്തുചേർന്ന് ഇത് ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ പോവുകയാണെങ്കിലോ ഒക്കെ ഒരു പേടിയും വേണ്ട, അവരത് അഡാപ്റ്റ് ചെയ്ത് അവർ അതിൻ്റെ കൂടെ പോയിക്കോളും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളും. ഇനി അടുത്തത് സർഗാത്മകമായ ദീർഘവീക്ഷണം. അതായത് ഈ കലാപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേഷൻ, അതുപോലെ തന്നെ ഈ സ്റ്റോറി ടെല്ലിങ്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വളരെ വലിയൊരു കഴിവുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിലും നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഈ വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജേർണലിസത്തിൽ വിജയിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആർക്കിടെക്ചർ, ഇവിടെയൊക്കെ നമ്മുടെ എന്താ വെച്ചാൽ ഈ സാങ്കേതികതയോടൊപ്പം തന്നെ നമ്മുടെ ഒരു സഹജമായൊരു കഴിവും കൂടെ ആവശ്യമുള്ളതാണല്ലോ. അതുപോലെ കോസ്മെറ്റിക് സർജന്മാർ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ അവിടെ ഒരു
എന്താ പറയുക, ഈ ഡെൻ്റൽ കോസ്മെറ്റോളജിസ്റ്റുകൾ. അപ്പോൾ അവിടെയൊക്കെ ഏം, ഒരു സർഗാത്മകത ആവശ്യമുള്ളതാണല്ലേ. അപ്പോൾ ഡിസൈനിങ്, അതുപോലെ തന്നെ ഇതുപോലെ വസ്തുക്കളുടെ ഡിസൈനിങ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചോളൂ. ഇനി അടുത്തത് ആശയവിനിമയം. അതായത് അതിൽ നിങ്ങളുടെ ഒരു പ്രത്യേകത, വാക്കുകൾ കൊണ്ടൊരു മാന്ത്രികത തീർക്കാനും ചർച്ചകളിലൊക്കെ വിജയം നേടാനും നിങ്ങൾക്ക് പ്രത്യേകം എടുക്കണം. എന്ന് വെച്ചാൽ നല്ല പ്രഭാഷകന്മാരാവാനും അതോടൊപ്പം തന്നെ ചർച്ചകളിലൊക്കെ വളരെ നന്നായിട്ട് ആശയവിനിമയം ചെയ്തുകൊണ്ട് കാര്യങ്ങളുടെ പോയിന്റുകളിലേക്ക് കൊണ്ടുവരാനും അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു നെഗോഷിയേറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യാപാരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാക്റ്റുകൾ നേടിയെടുക്കാനും മറ്റൊക്കെ ഒരു പ്രത്യേകമായൊരു കഴിവുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൊക്കെ നിങ്ങൾ നന്നായിട്ട് തിളങ്ങും. കാരണം നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എന്തിനേലും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വെല്ലുവിളികൾ, അതും കൂടെ ഒന്ന് പരിശോധിക്കണമല്ലോ. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു നിഴൽ വശം ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴി തീർച്ചയായിട്ടും എളുപ്പമാക്കുക തന്നെ ചെയ്യും. അത് ഈ മനസ്സിൻ്റെ ഒരു ചഞ്ചലതയാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ഈ മാൻ എങ്ങനെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷേ മാനിന് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടോ? അതില്ലല്ലേ. അപ്പം മാനിങ്ങനെ പോവുകയാണ്, ഭക്ഷണം കിട്ടുന്ന സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് പറഞ്ഞ കണക്കുള്ള ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതായത് ഒരു ജോലി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മറ്റൊന്നിലേക്ക് നിങ്ങൾ മാറും. നിങ്ങളത് അവിടെ പകുതി വെച്ച് നിർത്തി വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ അടുത്ത ജോലിയിലേക്ക് പോകും. കാരണം നിങ്ങൾക്കത് കൂടുതൽ കാരണം ഈ സർഗാത്മകത വരുമ്പോൾ അതിനേക്കാൾ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾ ആ ഒരു ചഞ്ചലത ഒഴിവാക്കുക. നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇനി അമിതമായിട്ടുള്ള ചിന്ത, അതായത് ചില സാഹചര്യങ്ങളിലൊക്കെ ഈ അമിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഈ കിട്ടേണ്ട വലിയ അവസരങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൈവിട്ടേക്കാം. കാരണം ചില ഒരു അവസരമായിരിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് അതിൻ്റെ വരാഴിയൊക്കെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളിങ്ങനെ കൂട്ടിയും കിഴിച്ചും അതിനെ ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല അവസരങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതൊരു പ്രശ്നമാണ്, അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രശ്നമാണ് വിമർശനങ്ങളോടുള്ളൊരു ഭയം. അതായത് നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഹൃദയം അർപ്പിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ അത് എന്തെങ്കിലും ചെറിയൊരു വിമർശനം അതിനെപ്പറ്റി നടത്തുമ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. കാരണം നിങ്ങൾ അത്രയും മനസ്സ് സമർപ്പിച്ചാണ് നിങ്ങൾ ആ ജോലി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ കുറച്ചൊന്ന് ശ്രമിച്ചാൽ കുറച്ച് നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ മേഖലകളിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യവും അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടവും ഒന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ ഒരു ചെറിയൊരു ഹിൻഡ് ഇതിനെക്കുറിച്ച് തന്നിരുന്നു. അതായത് അന്വേഷണവും ആശയവിനിമയവും അതോടൊപ്പം തന്നെ കലയും ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊക്കെ വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപനം, അതുപോലെ തന്നെ മീഡിയ, ജേർണലിസം, ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേഷൻ, അതുപോലെ തന്നെ കലാരംഗം, നല്ല കലാകാരന്മാരായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ യാത്രകൾ ആവശ്യമുള്ള, ഞാൻ പറഞ്ഞില്ലേ ഈ മർച്ചൻ്റ് നേവി, അതുപോലുള്ള സെയിലിംഗ്, അതുപോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, ആർക്കിടെക്ചർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടെ ഒരു ടെക്നോളജിയോടൊപ്പം തന്നെ ഒരു സർഗാത്മകതയും കൂടെ ആവശ്യമുള്ള മേഖലകളിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കും. ഡിസൈനിങ് ഒക്കെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ വളരെയധികം നിങ്ങൾ ശോഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയം നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് 28 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ഞാൻ എവിടെ പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തും. എന്നിട്ട് പിന്നെ നിങ്ങളൊരു 40കളുടെ മധ്യത്തിലോ 50കളിലോ ഒക്കെ നിങ്ങളുടെ ഒരു അറിവ് ഒരു വലിയ വിവേകമായി മാറി നിങ്ങളുടെ ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയായിരിക്കും ഏകദേശം ഈ മകീരം നക്ഷത്രക്കാരുടെ ഒരു ജീവിതയാത്ര പോകുന്നത്. ഇനി ഇതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു, മകീര നക്ഷത്രക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തൻ്റെ അറിവും അന്വേഷണ താല്പര്യം കൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. കാരണം നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം, അതുല്യമായൊരു കാര്യമാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. അത് നമ്മളതിനകത്തുള്ള അതിൻ്റെ ഒരു മഹത്വം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഇത് എത്ര സ്വാതന്ത്ര്യം കിട്ടണ സമയത്ത് ആണല്ലേ അദ്ദേഹം അത് നിൽക്കുന്നത്. പക്ഷേ അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പം 10-70 കൊല്ലം
കഴിയുന്നു. നോക്കുക, ആ ഒരു എത്ര എത്ര മാത്രം ആധുനികമായ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് അതിനകത്ത് എത്ര മുന്നോട്ട് കണ്ടിട്ടാണ്. നമ്മൾ പോലും ഇന്ന് മനസ്സിൽ വിരിയാത്ത രീതിയിൽ അദ്ദേഹം ആ മുൻപോട്ടുള്ള കാലത്തെ മനസ്സിൽ കണ്ടിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം അത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് പകരം വയ്ക്കാനുള്ളൊരു ഭരണഘടന ഈ ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഒരുപക്ഷെ നമ്മളതിനെ വിവക്ഷിക്കുന്നതിലുള്ള നമ്മുടെ അറിവില്ലായ്മകളായിരിക്കാം ചില സമയത്തൊക്കെ നമുക്കങ്ങനെ വരുന്നത്. പക്ഷേ അത് അത്ര അതുല്യമായ ഒരു സൃഷ്ടിയാണത്. അത് അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യവും ഉന്മേഷമൊക്കെ വരിക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാനസികാവസ്ഥയുമായിട്ടും നാഡീവ്യൂഹവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികമായൊരു ആരോഗ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യവും ഒക്കെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഈ നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഏറ്റവും മാനസികാവസ്ഥ അറിയാമല്ലോ, നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ വീട്ടിലൊരു നല്ല അന്തരീക്ഷം ഉണ്ടായിരിക്കുക. ഇത് മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളത് പരമപ്രധാനം. പിന്നെ 2, ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, അതായത് അത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിങ്ങൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴും ആ ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ കുടുംബത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തെ ബാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. ഇനി നാഡീവ്യൂഹം അറിയാമല്ലോ. ഈ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിറ്റാമിനുകൾ അടങ്ങിയ നല്ല സമീകൃതമായ ആഹാരം കഴിക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പ്രത്യേകിച്ചും നാഡീവ്യൂഹം. അതുപോലെ തന്നെ നമ്മൾ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുമല്ലോ. നമ്മുടെ രക്തചംക്രമണത്തിനൊക്കെ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വിശ്രമം, വ്യായാമം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിന്. എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമ്മളെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദിവസവും എന്തെങ്കിലും ധ്യാനമോ യോഗയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരം കൂടി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് ഭയങ്കര ഊർജ്ജം നൽകുന്നൊരു കാര്യം. അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പച്ചപ്പുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോയിരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തടാകക്കരയിലൊക്കെ പോയിരിക്കുന്നതോ അതോടൊപ്പം തന്നെ പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം നിങ്ങൾ എല്ലാ ദിവസവും ചിലവഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ നഗരത്തിലായിരിക്കും ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ തറവാട് സ്ഥലമോ വീടോ ഒക്കെ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടാകും. ചിലപ്പം നിങ്ങളൊരു കാരണവശാലും കഴിവതും നിങ്ങൾ അത് സാമ്പത്തിക ലാഭത്തിൽ നോക്കിയിട്ട് നിങ്ങളത് വിറ്റ് കളയരുത്. നിങ്ങളത് എങ്ങനെയെങ്കിലും സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഇടയ്ക്ക് അവിടെ പോയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വില കുറച്ച് കാണരുത്. കാരണം നിങ്ങളുടെ കാരണവന്മാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും അതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത്. അതിൻ്റെ മൂല്യം നമ്മളിപ്പോൾ തിരിച്ചറിയുന്നില്ല. അത് കഴിവതും അത് വിറ്റ് കളയാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഇടയ്ക്കൊക്കെ അവിടെ പോയി സമയം ചിലവഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻ്റ് ആകുമ്പോൾ നിങ്ങൾ അവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിയുക. എല്ലാവർക്കും പറ്റണമെന്നില്ല, അങ്ങനെ ആണല്ലോ. അപ്പോൾ കഴിയുമെങ്കിൽ ആ രീതിയിൽ നിങ്ങളതിനെ ചെയ്യുക. പക്ഷേ നിങ്ങൾ അതുപോലെ വീടൊക്കെ പണിയുമ്പോൾ ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള വീടുകളൊക്കെ നിങ്ങൾ നിർമ്മിച്ചാലും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ആ ജീവിതത്തിൽ തന്നെ വലിയ ഒരു നിലയിലെത്തിക്കാൻ നിങ്ങളുടെ ആ ഒരു പ്രകൃതിയുമായ ബന്ധം അത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ ശബ്ദം അതിനൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുക്കുക. അതായത് ഈ തണുത്ത വെള്ളം, തണുത്ത പാനീയങ്ങൾ, തണുത്ത വസ്തുക്കളൊക്കെ കുറച്ച് ഒഴിവാക്കി കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചൂടുവെള്ളം കുടിക്കുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ തണുപ്പ് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് താങ്ങായിട്ട് നിൽക്കുന്ന എന്നാൽ നിങ്ങളുടെ സ്വതന്ത്രമായ ചിറകുകൾ എരിയാത്തൊരു പങ്കാളിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ കുറച്ച് സൗമ്യ സ്വഭാവമൊക്കെയുള്ള നിങ്ങളൊരു കഥയൊക്കെ പറയും. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സർഗാത്മകതയുണ്ട്. അപ്പോൾ നിങ്ങൾ കഥകൾ പോലെ ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ആ ഓഫീസിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ കഥയെ പോലെ പറയും. അപ്പോൾ അത് കേൾക്കാൻ ക്ഷമയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ അറിയാമല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ ചില ആളുകൾക്ക് ഒരു പ്രത്യേകതയാണ് അത്. അവർക്ക് മറ്റുള്ളവർ പറയുന്ന ക്ഷമയില്ല. കാരണം ഒരുപക്ഷെ അത് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത രീതി, അതുപോലെ ഈ വാട്സാപ്പ് സന്ദേശത്തിലൊക്കെയാണ് ഇത് ചെറിയൊരു ഷോർട്ട് മെസ്സേജിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ തലമുറയിലെ പഴയ ആളുകളെ പോലെ അവർക്ക് ഇങ്ങനെ കേട്ടിരിക്കാനൊന്നും അവർക്ക് ലാഗിങ് ആയിട്ട് തോന്നും. കാരണം അവർ വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം നിങ്ങൾ പറയുന്നൊന്നും അവർ കേൾക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ നിങ്ങളെപ്പോഴും ഒരു നിങ്ങളുടെ ഒരു പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ബാഹ്യരൂപ സൗന്ദര്യം അതുപോലെ നോക്കിയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഈ യാഥാർത്ഥ്യ ബോധമുള്ളവർ നിങ്ങളെ പിന്തുണയ്ക്കുന്നതുമായ ആൾക്കാരെ തന്നെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് അങ്ങനെ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും അവരുടെ ബാഹ്യ ഭംഗിയിലും ആകർഷിതരായിട്ട് നിങ്ങൾ ഒരിക്കലും അതിലേക്ക് പോവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. ഇപ്പോഴത്തെ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. പഴയ ഹിന്ദി സിനിമയുടെ ദേവാനന്ദ്, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എവർഗ്രീൻ ഹീറോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വലിയ ഒരുപാട് ഏജ് ആയപ്പോൾ പോലും അദ്ദേഹത്തെ കണ്ട ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് ഇരുന്നിരുന്നത് അല്ലേ. അപ്പോൾ ബ്രൂക്ക് ഷീൽഡ്, ഹോളിവുഡ് നടി, അവരൊക്കെ ഈ ഇതാണ്. അപ്പോൾ നമുക്കൊരു നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രചോദനമായൊരു കാര്യം ഞാൻ പറയാം. അതായത് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതാണ്, ഈ വനങ്ങൾ മനോഹരവും ഇരുണ്ടതും ആഴമേറിയതുമാണ്, എങ്കിലും എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കാതങ്ങൾ സഞ്ചരിക്കുവാനുണ്ട്. ഐ ഹാവ് മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. അത് നിങ്ങളിടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി മഹാഭാരതത്തിൽ തന്നെ നമ്മുടെ സഹദേവൻ, ഏറ്റവും പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇളയ ആളുകൾ, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. അദ്ദേഹം അതീവ ജ്ഞാനവും ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. മാത്രമല്ല പാണ്ഡവരുടെ വിജയങ്ങൾക്ക് പിന്നിൽ അവരെ നമ്മൾ ഫോർ ഫ്രണ്ടിൽ കാണുന്നില്ലെങ്കിലും ഈ ബാക്കിയുള്ളവരും ഈ നകുലൻ സഹദേവനും ഒക്കെ തന്നെ അവരുടെ വിജയങ്ങളുടെ പിന്നിൽ അവരുടെ പിന്തുണ വളരെ വലിയൊരു കാര്യമാണ്. അവരെക്കുറിച്ച് കൂടുതലായി നമ്മൾ വീരകൃത്യങ്ങളൊന്നും നമ്മൾ അധികം മഹാഭാരതത്തിൽ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം എപ്പോഴും വിനയാന്വിതനായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അറിവുകൾ ലോകനന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് യഥാർത്ഥ വിജയം നിങ്ങളെ തേടി എത്തുന്നത്. അപ്പോൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ അന്വേഷകരാണ്. നിങ്ങളുടെ ജിജ്ഞാസ നിങ്ങളുടെ വഴികാട്ടിയാണ്. അതുപോലെ നിങ്ങളുടെ സർഗാത്മകത എന്ന് പറയുന്ന ലോകത്തിന് ഞാൻ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ നിങ്ങൾക്കും അംബേദ്കറെ പോലെ തന്നെ നിങ്ങളും ശ്രമിച്ചാൽ ഉന്നതങ്ങളായ നിലകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അവർ ഉയർന്നു വരട്ടെ, എല്ലാവരും നല്ല നിലയിൽ എത്തട്ടെ. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പലർക്കും അവരുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ അത് കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേര്, നക്ഷത്രം, ജനിച്ച ദിവസം, സമയം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ജനിച്ച സ്ഥലം. ഇനി എന്താണ് നിങ്ങൾക്ക് പരിശോധിക്കേണ്ട വിഷയം എന്ന് ആ സ്ക്രീനിൽ കാണുന്ന ഈ മെയിൽ ID യിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും മതി കേട്ടോ. ഞാൻ മെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് തരാം. അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി. ഞാൻ നോക്കിയിട്ട് കഴിവതും പെട്ടെന്ന് തന്നെ മറുപടി തരാം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.